Welcome to Arcade Stories. ബിസിനസ്മാൻ ഭാഗം 7. വീട്ടുമുറ്റത്തേക്ക് കയറിയ ബൈക്ക് ഒതുക്കുമ്പോഴേക്കും അമ്മാവനും അമ്മായിയും നിമിഷേച്ചിയും ഹരിയേട്ടനും പൂമുഖത്തേക്ക് എത്തിയിരുന്നു. SUV-യിൽ നിന്ന് ഇറങ്ങിയ അച്ഛനെ കണ്ടതും അമ്മാവൻ മുറ്റത്തേക്ക് ഇറങ്ങി അച്ഛന്റെ കയ്യിൽ പിടിച്ച് സംസാരം തുടങ്ങി. വീട്ടിൽ വെച്ച് കണ്ടതുപോലെയായിരുന്നില്ല അമ്മാവന്റെ വേഷം. ഒരു വെളുത്ത കൈലിമുണ്ടും തോളത്തൊരു കരയുള്ള തോർത്തും മാത്രം. കഴുത്തിൽ സ്വർണം കെട്ടിയ ഒരു രുദ്രാക്ഷമാല മാത്രമുണ്ട് ആർഭാടം എന്ന് പറയാൻ. തനി നാട്ടുംപുറത്തുകാരൻ. അമ്മായിയും നിമിഷേച്ചിയും സെറ്റും മുണ്ടുമാ വേഷം. ഹരിയേട്ടനും മുണ്ടും മടക്കി കുത്തി പുറത്തേക്ക് ഇറങ്ങി വന്നു. വിഷ്ണുവിനെ മാത്രം കൂട്ടത്തിൽ കണ്ടില്ല. ഇവരെ എല്ലാം കണ്ടിട്ട് മനസ്സ് ഇതിനു മാത്രം സന്തോഷിക്കുന്നത് എന്തിനാണെന്ന് മാത്രം മനസ്സിലായില്ല. ഒരുപക്ഷെ ഇന്നേ വരെ ഇങ്ങനെ സ്നേഹം നിറഞ്ഞവരുള്ളൊരു ബന്ധുവീട് ചിന്തകളിൽ പോലും കടന്നു വന്നിട്ടില്ലാത്തത് കൊണ്ടാവാം. കുഞ്ഞിയുടെ നോട്ടം വീടിന്റെ ഇരുവശത്ത് നിൽക്കുന്ന മരങ്ങളിലാണ്. പേരയും ഞാവലുമൊക്കെ നിറയെ പഴുത്തു നിൽക്കുന്നു. പണ്ടേ അവളൊരു മരം കയറിയ. SUV-യുടെ ഡിക്കിയിൽ നിന്നും ഹരിയേട്ടനും ഡോക്ടറും കൂടി പെട്ടികളൊക്കെ എടുത്ത് വെക്കുമ്പോഴേക്കും ബാക്കിയുള്ളവർ ഉമ്മറത്തേക്ക് കയറിയിരുന്നു. അമ്മാവനും ഗോപിയച്ഛനും കൂടി അച്ഛനെയും കൂട്ടി അകത്തേക്ക് നടന്നപ്പോൾ അമ്മായി കുഞ്ഞിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. മോളെ, ഇതാ അമ്മ ജനിച്ചു വളർന്ന വീട്. എങ്ങനെയുണ്ട്? ഭൂമിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചു വന്നതിന്റെ സന്തോഷം അമ്മയുടെ കണ്ണുകളിലുണ്ട്. സൂപ്പർ, എനിക്ക് ഒത്തിരി ഇഷ്ടായമ്മ. ഈ കാണുന്ന നെൽപ്പാടവും പിന്നിലെ മലയും എല്ലാം കൂടി എന്താ ഒരു വൈബ്. ചേച്ചി, അമ്മയ്ക്ക് ഇവിടെ താമസിക്കാൻ ഇഷ്ടം കേട്ടോ. വയസ്സാകുമ്പോ ഇവിടെ വന്ന് താമസിക്കണമെന്ന ആഗ്രഹവും. അനുവാണ്. പിന്നല്ലാതെ. മോള് പറയ്, ഇത്രയും സുന്ദരമായ സ്ഥലം വേറെ എവിടെയുണ്ടാകും? അത് ശരിയാ. അമ്മയെ സപ്പോർട്ട് ചെയ്തത് കണ്ട് അനു ചിറി ചുളുക്കി. എന്തേ പാറൂട്ടിയെ, കഥ എഴുതാൻ തോന്നുന്നുണ്ടോ? തൊട്ടുപുറകിൽ ഡോക്ടറുടെ ചോദ്യം. വെറുതെ തിരിഞ്ഞു നോക്കി ചിരിച്ചു. സത്യത്തിൽ ഇവിടെ എത്തിയപ്പോ മുതൽ ഉള്ളിലെ എഴുത്തുകാരി കയറ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു അന്തരീക്ഷത്തിൽ എവിടെ ചെന്നിരുന്നാലും ഏറ്റവും നന്നായി തന്നെ എഴുതാൻ സാധിക്കും. കഥയൊക്കെ തൽക്കാലം പിന്നെ എഴുതാം. അകത്ത് രണ്ടുപേരെ പാറൂട്ടിയെ കാണാൻ ധൃതി പിടിച്ചിരിക്കുക. ഡോക്ടർ കൈ കവർന്നെടുത്തപ്പോ ഒപ്പം അകത്തേക്ക് നടന്നു. കൂടെ ബാക്കിയുള്ളവരും. കൊച്ചുമോന്റെ പെണ്ണിനെ കാണാൻ അമ്മയും അച്ഛനും കാലത്തെ മുതൽ നോക്കിയിരിപ്പ. അകത്തെ മുറിയിലേക്ക് നടക്കുമ്പോ അമ്മാവൻ പറഞ്ഞു. സ്വീകരണ മുറിയിൽ നിന്നും കടന്നത് ചെറിയൊരു നടുമുറ്റത്തേക്കാണ്. 4 മൂലകളിലും തൂണുകളിലേക്ക് തഴച്ചു വളർന്നിരിക്കുന്ന മുല്ലവള്ളി നിറയെ പൂത്തു നിൽക്കുന്നു. അതിന്റെ സുഗന്ധമാണ് ആ നടുമുറ്റം മുഴുവനും. അത് ആസ്വദിച്ചുകൊണ്ടാണ് ഡോക്ടർക്കൊപ്പം അകത്തെ മുറിയിലേക്ക് നടന്നത്. പുതുപ്പെണ്ണിനെ കാണാനാണെന്ന് തോന്നുന്നു. മുണ്ടും നാടനും ധരിച്ച പ്രായമായ 2 സ്ത്രീകൾ അടുക്കള വാതിലിൽ ചാരി നിൽപ്പുണ്ട്. നിഷ്കളങ്കമായ മുഖങ്ങൾ സ്നേഹത്തോടെ നോക്കി ചിരിക്കുകയാ. നാണിയമ്മേ, സുഖാണോ? അമ്മ വിളിച്ചു ചോദിച്ചത് കേട്ട് അതിലൊരാൾ ചിരിയോടെ തന്നെ തല കുലുക്കി. അത് നാണിയമ്മയും സരോജിനിയുമാ. പണ്ട് മുതൽക്കേ ഇവിടെ പണിക്ക് വരുന്നവരാ. അകത്തെ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ അമ്മ അവരെ പരിചയപ്പെടുത്തിയപ്പോ നടക്കുന്നതിനിടയിൽ തന്നെ അവരെ നോക്കിയൊന്ന് ചിരിച്ചു. ഇതല്ലേ കണ്ണമ്മന്റെ പെണ്ണ്? നാണിയമ്മയാണ് വിളിച്ചു ചോദിച്ചത്. അതേന്ന് ഉറപ്പിക്കാനാണെന്ന് തോന്നുന്നു. ഡോക്ടർ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോ ഇങ്ങേർക്ക് ഇങ്ങനെ ഒരു പേരുണ്ടോ എന്നായിരുന്നു ചിന്ത. ആന്നേ, മുത്തച്ഛനെയും അമ്മമ്മയെയും കണ്ടിട്ട് വിശദമായി പരിചയപ്പെടാം കേട്ടോ. ഓ, ആയിക്കോട്ടെ കുഞ്ഞെ. മുന്നോട്ട് നടക്കുമ്പോ അനു അവരോട് പോയി സംസാരിക്കുന്നത് കണ്ടു. ഊണുമുറിയോട് ചേർന്നുള്ള വലിയൊരു മുറിയിലേക്കാണ് ഡോക്ടർ കൈ പിടിച്ചു കൊണ്ടുപോയത്. വിശാലമായ മുറിയിൽ ജനാലകളോട് ചേർത്തിട്ടിരിക്കുന്ന 2 കട്ടിലുകൾ. അതിന് എതിർവശത്ത് തൊടിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു. തൊടിയിലെ മരങ്ങളുടെ കാറ്റ് ആ വാതിലും കടന്ന് അകത്തേക്കെത്തി ഇക്കിളി കൂട്ടുന്നു. മുത്തച്ഛനും അമ്മമ്മയും ഇരുന്നിരുന്നത് ഒരു കട്ടിലായിരുന്നു. ചുളിവ് വീണ മുഖങ്ങളിൽ എല്ലാവരെയും കണ്ടതിന്റെ സന്തോഷം. കണ്ണട വെച്ച കണ്ണുകൾ അടിമുടി ഒഴിയുകയാണ്. തൃപ്തിയായതുപോലെ ആ മുഖങ്ങൾ ഒന്നുകൂടി തെളിഞ്ഞു. 2 പേരും പരസ്പരം നോക്കി തലയാട്ടി ചിരിക്കുന്നു. അത് കണ്ടപ്പോ ചിരി വന്നു. 2 പേരും ഇപ്പോഴും പ്രണയത്തിലാണെന്ന് തോന്നുന്നു. അമ്മമ്മയ്ക്കൊരു തറവാട്ടമ്മയുടെ പ്രൗഢിയും ഭാവങ്ങളും ഉണ്ടെങ്കിലും ആ കണ്ണുകളിൽ സ്നേഹമാണ്. മുത്തച്ഛന്റെ കണ്ണുകളിൽ വാത്സല്യവും.
അച്ഛനും കുഞ്ഞിയും അമ്മാവനും അമ്മായിക്കുമൊപ്പം പിന്നിൽ നിന്നതേയുള്ളൂ. ഗോപിയച്ഛൻ വാതിൽപ്പടിയിൽ ചാരി നിന്നു. വാ, അമ്മമ്മ കൈ കാട്ടി വിളിക്കുന്നു. ചെല്ലുമോളെ. അമ്മ പിന്നിൽ നിന്ന് ഉന്തി. ഡോക്ടർ അതിനു മുന്നേ കയ്യിൽ നിന്നും വിട്ട് അവരുടെ അടുത്ത് പോയി ഇരിപ്പായി. അടുത്തേക്ക് ചെന്നതും അമ്മമ്മ കൈകൾ ഉയർത്തി. അനുഗ്രഹിക്കാനാണെന്ന് മനസ്സിലായതും ആ മുന്നിൽ മെല്ലെ ഒന്ന് കുനിഞ്ഞു. ശോഷിച്ച കൈകൾ നെറുകയിൽ അമർന്നു. ദീർഘ സുമംഗലി ഭവ, നന്നായി വരട്ടെ. അത് കഴിഞ്ഞതും ആള് കയ്യിൽ പിടിച്ച് രണ്ടാളുടെയും നടുവിലേക്ക് ഇരുത്തി. നിന്റെ കുട്ടിയുടെ കല്യാണത്തിന് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, ഒരടി നടക്കാൻ വയ്യേ രണ്ടാൾക്കും. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് തന്നെയാ കെട്ട് കണ്ടേ. കല്യാണത്തിന്റെ ലൈവ് കണ്ട കാര്യമാ അമ്മമ്മ പറഞ്ഞത്. ഡോക്ടർ കാര്യം പറഞ്ഞു തന്നു. എന്തായാലും നിങ്ങൾ രണ്ടാളും ആദ്യം ഇങ്ങോട്ട് തന്നെ വന്നല്ലോ. അമ്മമ്മയ്ക്ക് സന്തോഷായി മക്കളെ. ശോഷിച്ച കൈകൾ മുഖത്തെ ഓമനിച്ചിട്ട് മുടിയിഴകളിലൂടെ ഓടി നടന്നു. നിന്റെ കുട്ടി സുന്ദരിയല്ലേ ലേന്നേ? ചേർത്ത് പിടിച്ചിട്ട് മുത്തച്ഛനോടാ ചോദ്യം. ആള് തല കുലുക്കിയിട്ട് തലയിലൊന്ന് തോണ്ടി. അത് ശരി, തലയിൽ തോണ്ടുന്ന സ്വഭാവം കൊച്ചുമോൻ എവിടെ നിന്നാ കിട്ടിയതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. കാർത്തു, എല്ലാരും ദൂരെന്നല്ലേ വരണേ. കുട്ടികളൊക്കെ ആദ്യം പോയെന്ന് ഉഴുപ്പ് മാറിയിട്ട് വരട്ടെ. മുത്തച്ഛൻ പറഞ്ഞത് കേട്ട് അമ്മമ്മ തല കുലുക്കി. ഓ, അങ്ങനെ ആവട്ടെ. കുഞ്ഞോളെ, ഈ കുട്ടിയോൾക്കുള്ള മുറി കാട്ടിക്കൊടുക്ക. ശരി അമ്മേ. അമ്മ മറുപടി പറഞ്ഞപ്പോഴാണ് കുഞ്ഞോളെ എന്ന് വിളിച്ചത് അമ്മയാണെന്ന് മനസ്സിലായത്. അപ്പോഴേക്കും അനു ഓടിപ്പാഞ്ഞെത്തി മുത്തച്ഛന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ആ നരച്ച മുടികളിൽ പിടിച്ച് വലിച്ച് കളിക്കാൻ തുടങ്ങി. എന്തു പറയുന്നു ലവ് ബേർഡ്സ്? ഡേ. അമ്മയുടെ താക്കീതിന്റെ സ്വരം കേട്ട് കാര്യം മനസ്സിലാകാതെ മുഖം എത്തിച്ച് അവളെ നോക്കി. അയ്യോടാ, ചേച്ചിക്ക് അറിയില്ലല്ലോ. പാലക്കാടൻ മണ്ണിനെ പിടിച്ചു കുലുക്കിയ പ്രണയകഥയിലെ നായകനും നായികയുമാ പല്ലില്ലാതെ മോണ കാട്ടിയിരുന്ന് ചിരിക്കുന്ന ഈ ടീംസ്. അറിയോ? അനു വേണ്ട. വീണ്ടും അമ്മയുടെ താക്കീത്. അതനുസരിച്ച് ഉള്ളിലെ ഉത്സാഹം കൂടുന്നു. മുഖം ചരിച്ച് അമ്മമ്മയെ നോക്കി. ആ കണ്ണുകളിൽ കുഞ്ഞൊരു നാണം. മുത്തച്ഛൻ ഇരുന്ന് ചിരിയ. അതോടെ ഡോക്ടർക്കും ആവേശമായി. ഞാൻ പറയാം. ഓ, അനു കെറിവിച്ചു. പുള്ളി അത് കാര്യമാക്കാതെ തുടർന്നു. ദാമോദരക്കുറുപ്പിന്റെ കൂട്ടുകാരന്റെ പെങ്ങളായിരുന്നു കാർത്യായനി. കാർത്യായനിക്ക് പണ്ടൊരു പേർഷ്യക്കാരന്റെ ആലോചന വന്നു. അതോടെ വീട്ടിൽ പെങ്ങളെ കെട്ടിച്ചു വിടാനുള്ള തിരക്കായി ആങ്ങളൊക്കെ. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാർത്യായനി പറഞ്ഞു, നിക്ക് ദാമോദരേട്ടനെ മതി. ഡോക്ടറുടെ ആ പറച്ചിൽ കേട്ടപ്പോ ചിരിച്ചുപോയി. കളിയാക്കിയതായി തോന്നിയിട്ടാണ് എല്ലാവരെയും നോക്കിയത്. ചുറ്റിനുമുള്ള മുഖങ്ങളിലും ചിരി മാത്രം. നീ ഇത് കേൾക്ക് പാറൂട്ടിയെ. ദാമോദരക്കുറുപ്പാണെങ്കിൽ വെറും ഒരു കൃഷിക്കാരൻ. ഇതിന്റെ മെയിൻ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാ പുള്ളി പോലും അപ്പോഴാ അറിയുന്നത് കാർത്യായനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു എന്ന കാര്യം. എങ്ങനെയുണ്ട്? അടി ഇടി വടിവാൾ കുത്ത്. അങ്ങനെ 18 അടവും കാർത്യായനിയുടെ വീട്ടുകാർ പറ്റി. കാർത്യായനി പാറ പോലെ നിന്നു. ഒടുവിൽ ഒരു നിറകൊണ്ട പാതിരാവിൽ നമ്മുടെ കാർത്യായനി മതില് ചാടി. പാതിരാത്രി വാതിലാരും മുട്ടുന്നത് കേട്ട് വാതിൽ തുറന്നു നോക്കിയ ദാമോദരക്കുറുപ്പും കുടുംബവും അടാറ് ഞെട്ടി. വെളുക്കെ ചിരിച്ചുകൊണ്ട് കാർത്യായനി പടിവാതിൽക്കൽ. ഞാനിനി വീട്ടിലേക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ആള് കുറ്റിയടിച്ചതുപോലെ ഒരൊറ്റ നിൽപ്പായിരുന്നു. ഗത്യന്തരമില്ലാതെ മുതുമുത്തച്ഛൻ രണ്ടിനെയും രായ്ക്ക് രാമനെ നാട് കടത്തി. ഒടുവിലെല്ലാം ഒന്ന് കെട്ടടങ്ങിയപ്പോഴാ രണ്ടും തിരിച്ചു വന്നത്. ഡോക്ടർ പറഞ്ഞു നിർത്തിയപ്പോ അമ്മമ്മയുടെ ചിരി ഒന്ന് കാണണമായിരുന്നു. ആ, എന്താ രസം. മുത്തച്ഛനിരുന്ന് പുള്ളിക്കാരുടെ തലയിൽ തോണ്ടി കളിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മമ്മയുടെ ആ വീട്ടുകാരൊക്കെ ഇപ്പൊ എവിടെയാ? ചോദിക്കുമ്പോ ആകാംക്ഷയായിരുന്നു. ആ, അതന്ന് ചേച്ചിയോട് പറയാതെ വിട്ട ഒരു സർപ്രൈസ്. ദോ പിന്നിൽ നിൽപ്പുണ്ട്. അനു പറഞ്ഞത് കേട്ട് അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. വാതിൽപ്പടിയിൽ ചാരി നിന്നിരുന്ന ഗോപിയച്ഛൻ കൈ ഉയർത്തി കാട്ടുന്നു. കണ്ണുകൾ മിഴിഞ്ഞുപോയി. കാർത്യായനിയുടെ ചേട്ടൻ പരമേശ്വരക്കുറുപ്പിന്റെ ഒരേ ഒരു മകനാ ആ നിൽക്കുന്ന ഡോക്ടർ ഗോപിനാഥ് പരമേശ്വരൻ. വൗ, റിയലി? ദാറ്റ്സ് എ സ്റ്റോറി. ഇനി അച്ഛനും അമ്മയും അതുപോലെ പ്രണയിച്ചതാണോ? അറിയാതെ വായിൽ നിന്നും വീണുപോയി. അത് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വേണേ കഥാകാരി ഒന്ന് ശ്രമിച്ചു നോക്കൂ.
നല്ലൊരു കഥയ്ക്കുള്ള സ്കോപ്പാ. ഡോക്ടർ പറഞ്ഞത് കേട്ട് അമ്മ നിന്ന് കണ്ണുരുട്ടുന്നത് നോക്കി ആസ്വദിക്കുന്ന ഗോപിയച്ചനെ കണ്ടതും കാര്യങ്ങൾ വ്യക്തമായി. മനസ്സ് അടുത്ത കഥയ്ക്കുള്ള പ്ലോട്ട് തയ്യാറാക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കഥയുടെ പേര് കിട്ടാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ബിസിനസ് മാൻ. മോളെ ആ നിൽക്കണേ, നീക്കങ്ങോട്ട് മനസ്സിലായില്ല. ദൂരെ കാഴ്ചക്ക് ആൾക്ക് കണ്ണത്ര പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. കണ്ണുകൾക്ക് മുകളിൽ കൈവച്ച് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട അമ്മമ്മ കുഞ്ഞിയെപ്പറ്റി ചോദിച്ചത്. അത് ചേച്ചിയുടെ അനിയത്തി അമ്മമ്മേ. ആ കൂടെ നിൽക്കുന്നത് ആളുടെ അച്ഛനും. അനു അവരെ പരിചയപ്പെടുത്തി. ആ ഗംഗാധരനും ആരാധ്യം അല്ലേ? അതെ അമ്മേ. അച്ഛൻ മുന്നിലേക്ക് വന്നിട്ട മറുപടി പറഞ്ഞത്. അമ്മമ്മയ്ക്കും മുത്തശ്ശനും നല്ല ഓർമ്മയാ. പേരൊക്കെ ഒരിക്കൽ പറഞ്ഞാ മതി. അനു ചെവിക്കരികിൽ അടക്കം പറഞ്ഞു. നന്നായി എല്ലാരും വന്നതേ. നാ പിന്നെ കുട്ടികളൊക്കെ പോയി ഉടുപ്പ് മാറും, എന്നിട്ടാവാം ബാക്കി സംസാരമൊക്കെ. മുത്തച്ഛൻ അധികമൊന്നും സംസാരിക്കാറില്ലല്ലേ? വെളിയിലേക്ക് നടക്കുന്നതിനിടയിൽ അനുവിനോട് ചോദിച്ചു. അതിനു വേണ്ടി കൂടി അമ്മമ്മ സംസാരിക്കുന്നുണ്ടല്ലോ, അതുപോരെ? അവളുടെ ചോദ്യം ന്യായം. കാമുകനെ കിട്ടാൻ മതില് ചാടിയ ടീമല്ലേ, സ്വാഭാവികം. ഗോകുലത്തിന്റെ മുകൾ നില താഴത്തേതിലും അടിപൊളിയായിരുന്നു. മരത്തിൽ തീർത്ത കൈവരിയുള്ള പിൻവശത്തെ വരാന്തയിലിരുന്നാൽ സഹ്യന്റെ മനോഹാരിത മുഴുവനും കാണാം. ആ പർവ്വത മുത്തച്ഛന്റെ ഉയരങ്ങളെ തഴുകിയെത്തുന്ന കാറ്റിന് എന്തൊരു കുളിരാ! ആവേശം മൂത്ത് വരാന്തയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞാൻ ഓടി നടക്കുന്നത് കണ്ട് ഊറിച്ചിരിച്ചുകൊണ്ടുള്ള ഡോക്ടറുടെ നോട്ടം കണ്ടില്ലെന്ന് നടിച്ചു. ആ മനോഹരമായ കാഴ്ചകളെല്ലാം മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത ശേഷം മുറിയിലേക്ക് കടന്നു. ഭിത്തികളും മച്ചും എല്ലാം മരത്തിൽ തീർത്തതാ. വീട്ടിലെ AC മുറിയേക്കാൾ തണുപ്പുള്ള അന്തരീക്ഷം. എന്റെ കൗതുകം ആസ്വദിച്ചുകൊണ്ട് ഡോക്ടർ തൊട്ട് പിന്നാലെയുണ്ട്. മൈൻഡ് ചെയ്താൽ കയറി ഒട്ടുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കാത്ത മട്ടിൽ അവിടെ നിന്നും മുന്നിലെ വരാന്തയിലേക്ക് ഇറങ്ങി. ആഹാ, സൂപ്പർ! നോക്കെത്താത്ത ദൂരത്തോളം നീണ്ടു കിടക്കുന്ന നെൽവയൽ. വലതുവശത്ത് ചെറിയൊരു തോടും കാണാം. ശോ, ഇതുപോലൊരു വീട് സ്വന്തമായി ഉണ്ടായിരുന്നെങ്കിൽ. അലോൺ. പിന്നിൽ നിന്നാ, തിരിഞ്ഞു നോക്കാൻ പോയില്ല. പാറൂട്ടിയെ. തലയിൽ ആ റാഞ്ചൽ. കടുപ്പത്തിലൊന്ന് മൂളി. എങ്ങനെയുണ്ട് നമ്മുടെ വീടും സ്ഥലവും? അടിപൊളി. ഇത്ര മനോഹരമായ സ്ഥലം കണ്ടാൽ ആരുടെ ഉള്ളിലും ഒരു പ്രണയമൊക്കെ മൊട്ടിടും അല്ലയോ? മനസ്സിലായി. കൂടുതൽ അങ്ങ് ചാടണ്ട ഡോക്ടറെ, താഴേക്ക് വീഴും. പിന്നിൽ അല്പനേരത്തേക്ക് ഒരു നിശബ്ദത. ഏറ്റില്ലെന്ന് പിറുപിറുത്തുകൊണ്ട് ഡോക്ടറുടെ കാലൊച്ചകൾ അകന്നു പോകുന്നത് കേട്ടപ്പോ ചിരി വന്നു. നമ്മളോടാ കളി. ഇങ്ങനെ ബിസിനസ്സുകാരനാണെങ്കിലേ നമ്മൾ സാഹിത്യകാരിയാ. താഴെ തൊടിയിൽ പഴുത്തു നിൽക്കുന്ന പേരയും ഞാവലുമൊക്കെ കണ്ടപ്പോ കുഞ്ഞി ഇതെവിടെ പോയി നോർത്തുപോയി. സാധാരണഗതിയിൽ ഈ സമയം അവളെ ആ മരത്തിന് മുകളിൽ കാണേണ്ടതാ. കൈവിരിയിൽ മുട്ടുകുത്തി താഴേക്ക് നോക്കി നിൽക്കുന്നതിനിടയിൽ വിചാരിച്ച ആള് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു. അവള് ചുരിദാർ മാറ്റി വീട്ടിലിടുന്ന തരത്തിലുള്ള ഒരു ബനിയനും പാന്റും ഇട്ടിട്ടുണ്ട്. ചുറ്റിനും നോക്കി പമ്മി പതുങ്ങിയുള്ള വരവ് കണ്ടപ്പോഴേ മനസ്സിലായി പേരയോ ഞാവലോ ആണ് ലക്ഷ്യമെന്ന്. വിചാരിച്ചതുപോലെ തന്നെ അവൾ പേരയിലേക്കാ പിടിച്ചു കയറിയത്. വീട്ടിലേക്ക് കയറി വന്നപ്പോഴേ നിറയെ പഴുത്തു നിൽക്കുന്ന പേരയും ഞാവലും കണ്ടപ്പോൾ തുടങ്ങിയതാ കുഞ്ഞിയുടെ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം. ഡ്രസ്സ് മാറിക്കഴിഞ്ഞ് ഒരു വിധത്തിൽ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഞാവലിന്റെ മുകളിൽ എന്തായാലും കയറാൻ പറ്റില്ല. ഒറ്റത്തടി മരമാ. ശിഖരങ്ങളൊക്കെ അങ്ങ് മുകളിലും. തൽക്കാലം പേര മതി. അതാവുമ്പം താഴെ നിന്ന് തന്നെ ശിഖരങ്ങൾ മുകളിലേക്ക് പോകുന്നുണ്ട്. ചവിട്ടി കയറാനും എളുപ്പം. ചിന്തിച്ചുറപ്പിച്ചാണ് അവൾ ചുറ്റിനും നോക്കിക്കൊണ്ട് പേരയുടെ നേർക്ക് നടന്നത്. നിലത്തുനിന്നും അധികം ഉയരമല്ലാത്ത മൂന്നാമത്തെ ശിഖരത്തിലേക്ക് അവൾ കയറി. പഴുത്ത പേരക്കകൾ കൊത്തി തിന്നുകൊണ്ടിരുന്ന 2-3 തത്തകൾ മരത്തിൽ നിന്നും പറന്നുപോയി. അവിടെ നിന്നുകൊണ്ട് തന്നെ അവൾ കൈയെത്തിച്ച് പഴുത്ത പേരക്ക പറിച്ചെടുത്ത് കടിച്ചു നോക്കി. നല്ല മധുരം. അവിടെ നിന്നുകൊണ്ട് തന്നെ അത് ആസ്വദിച്ച് കഴിച്ച ശേഷം അതിന് തൊട്ടുമുകളിൽ നിൽക്കുന്ന മറ്റൊരു പേരക്കയ്ക്കായി കൈ നീട്ടിയതാ. കാലൊന്നു പിഴച്ചു. താഴേക്ക് പോരുമ്പോഴും വായിൽ വന്ന കരച്ചിൽ പുറത്തേക്ക് വരാതെ അവൾ അമർത്തിപ്പിടിച്ചു. പുറം പോയാലും ആരും അറിയരുതെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ പുറമടിച്ച് നിലത്ത് വീഴാതെ ആരുടെയോ കൈകൾ താങ്ങി. ഭദ്രമായി നിലത്ത് നിന്നതും അവൾ രക്ഷിച്ചയാളെ നോക്കി. ഓ, ആരറിയരുതെന്ന് കൂടുതൽ വിചാരിച്ചോ ആ ആൾ തന്നെ മുന്നിൽ. വിഷ്ണുവേട്ടൻ. ഇയാളിതെപ്പോ വന്നു? ഇത്രയും നേരം വീട്ടിലില്ലാതിരുന്നതാ. കൃത്യസമയത്ത് കെട്ടിയെടുത്തു.
നിങ്ങളെല്ലാവരും കാലത്തെ വരുമെന്ന് ആര്യട്ടൻ പറഞ്ഞിരുന്നു. പക്ഷെ അതിലൊരാൾ പേരയുടെ മുകളിൽ നിന്നായിരിക്കും വരുന്നതെന്ന് പറഞ്ഞില്ല കേട്ടോ. കുസൃതിച്ചിരി കണ്ണുകളിൽ ഒളിപ്പിച്ച് ഗൗരവത്തോടെയുള്ള ആ പറച്ചിൽ കേട്ട് അവൾ കണ്ണുകളുടെ മൂർച്ച കൂട്ടി. തമാശ പറഞ്ഞതായിരിക്കും. അങ്ങനെ തോന്നിയോ? ഉവ, തോന്നി. ഒരുമാതിരി ചീഞ്ഞളിഞ്ഞ തമാശ. എന്ത് ചെയ്യാനാ, ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ചല്ലേ തമാശ പറയാൻ പറ്റൂ. നെടുവീർപ്പിട്ടുകൊണ്ടാണ് അവൻ പറഞ്ഞത്. കേട്ടപ്പോ ഒന്ന് വിറഞ്ഞു കയറി. എന്താ മോന്റെ ഉദ്ദേശം? കൈകൾ എളിയിൽ കുത്തി മുന്നിൽ നിൽക്കുന്ന പെണ്ണിന്റെ കണ്ണുകളുടെ മൂർച്ച ഹൃദയത്തിൽ കുത്തുന്നു. സുഖമുള്ളൊരു നോവ്. ഓ, തൽക്കാലം പ്രത്യേകിച്ചൊരു ഉദ്ദേശമില്ല എന്ന് വെച്ച് ഇനി ഉണ്ടായിക്കൂടൊന്നുമില്ല. ഓ, ആയിക്കോട്ടെ. വെട്ടിത്തിരിഞ്ഞു നടക്കുമ്പോ പിന്നിൽ നിന്നും ഒരു നോട്ടം അളക്കുന്നതറിഞ്ഞു. ഉള്ളിലൊരു കുറുമ്പ് കൂടുകുത്തുന്നു. സ്വപ്നം കാണാനാവാത്തത്ര ഉയരത്തില. വിട്ടുകളയടി മനസ്സേ. മുള പൊട്ടുന്ന മോഹത്തെ ആ മുളയിലെ നുള്ളിക്കളയാൻ ശ്രമിച്ചുകൊണ്ട് അവൾ വീടിനുള്ളിലേക്ക് നടന്നു. പേരയുടെ മുകളിൽ നിന്നും കുഞ്ഞ് തെന്നി വീഴുന്നത് കണ്ടപ്പോ നെഞ്ചൊന്ന് പിടച്ചതാ. ഉയരം കുറവാണെങ്കിലും എന്തേലും പറ്റിയാലോ? പക്ഷെ തൊട്ട് താഴെ വിഷ്ണുവിനെ കണ്ടപ്പോ ആശ്വാസമായി. കരുതിയതുപോലെ അവൾ വീഴാതെ അവൻ പിടിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷമുള്ള രണ്ടുപേരുടെയും നിൽപ്പും സംസാരങ്ങളും കണ്ടിട്ടത്ര പന്തിയല്ലല്ലോ. ഒറ്റ നോട്ടത്തിൽ രണ്ടിനും നല്ല ചേർച്ച. ഉള്ളിലൊരു മോഹം. വേണ്ട, അനുവിന്റെ മുറച്ചെറുക്കനാ. ഇനി അവര് തമ്മിൽ അടുപ്പത്തിലാണോന്നറിയില്ല. ഇതുവരെ കേട്ട കാര്യങ്ങൾ വെച്ച് ഇതൊരു പ്രണയകുടീരം തന്നെ. അപ്പോ കൊച്ചുമക്കളും നാ സുമ്മാവാ. അതോടെ ആ ഒരു ചിന്തയെ പുറങ്കാല് കൊണ്ട് തൊഴിച്ചെറിഞ്ഞു. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് സദ്യയായിരുന്നു. നാടൻ പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ കറികളും നല്ല ഒന്നാം തരം ചെമ്പാവരിയുടെ ചോറും. ആവി പറക്കുന്ന വിഭവങ്ങൾ കണ്ടപ്പോഴേ വായിൽ വെള്ളമുറി. അതുപോലെ തന്നെ അസാധ്യ രുചിയുമായിരുന്നു എല്ലാത്തിനും. മുന്നും പിന്നും നോക്കാതെ വെട്ടി വിഴുങ്ങി. അതിനു പുറകെ വിളമ്പിയ നെയ്മണമുള്ള പരിപ്പ് പായസത്തിന്റെ രുചി ഒന്ന് വേറെ തന്നെ. നാടൻ പപ്പടവും കൂട്ടി ബാലാമണി പറയും പോലെ അങ്ങോട്ട് കൊയച്ച് അടിച്ച് കയറ്റി. കുഞ്ഞിയും ആ ഒരു കാര്യത്തിൽ ഒപ്പം കട്ടയ്ക്ക് നിന്ന് കമ്പനി തന്നു. ഭക്ഷണം കാണാത്ത വീട്ടിൽ നിന്നുള്ള പിള്ളേരാണെന്ന് അവൻ ഓർക്കുമോ എന്നൊരു ചിന്ത ഇടയ്ക്കുണ്ടായെങ്കിലും ഡോക്ടറുടെ പ്രോത്സാഹനം നിറഞ്ഞ കണ്ണുകൾ കണ്ടതും പിന്നെ കൂടുതൽ ആലോചിക്കാൻ നിന്നില്ല. സദ്യയ്ക്ക് ശേഷം പച്ചമോരും രസവും മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ് കൂടി വലിച്ചു കയറ്റിയതോടെ എവിടെയെങ്കിലും ഒന്ന് കിടക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിള്ളേരെല്ലാം കൂടി എവിടെയോ കറങ്ങാൻ പോകുന്ന കാര്യം പറയുന്നത് കേട്ടതും നിവൃത്തിയില്ലാതെ കൂടെ കൂടി. തറവാട്ടിലെ വില്ലീസ് ജീപ്പാ എടുത്തത്. വിഷ്ണു ജീപ്പ് ഓടിച്ചു. വീടിനോട് ചേർന്നുള്ള മൺപാതയിൽ കൂടി പോയ ജീപ്പ് ചെന്നു നിന്നത് മലയടിവാരത്തൂടെ ഒഴുകുന്ന പുഴയുടെ തീരത്താ. വയറ് നിറയെ ഭക്ഷണം കഴിച്ചതിന്റെ ക്ഷീണമൊക്കെ എങ്ങോട്ടോ പോയി. ജീപ്പിൽ നിന്നും ആദ്യം ചാടിയിറങ്ങി നേരെ പോയത് പുഴയുടെ തീരത്തേക്ക് തന്നെ. നിമിഷേച്ചിയും അനുവും കുഞ്ഞിയുമൊക്കെ പുറകെ വരുന്നതേയുള്ളൂ. ഡോക്ടറും ഹരിയേട്ടനും വിഷ്ണുവും ജീപ്പിനടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. എന്തോ പ്ലാൻ ചെയ്യുകയാണെന്ന് തോന്നുന്നു. വീണ്ടും പുഴയിലേക്ക് ശ്രദ്ധ തിരിച്ചു. അടിയിൽ കിടക്കുന്ന ഉരുളൻ കല്ലുകൾ പോലും തെളിഞ്ഞു കാണുന്നത്ര തെളിമയുള്ള വെള്ളം. ചെരുപ്പൂരി മാറ്റി പതുക്കെ ആ ഒഴുക്കിലേക്ക് ഇറങ്ങി നിന്നു. എന്താ തണുപ്പ്! ഉച്ചവരെ കിടക്കുന്നു. പാറൂട്ടിയെ നല്ല തണുപ്പാട്ടോ വെള്ളത്തിന്. അധികം നേരം ഇറങ്ങി നിൽക്കണ്ട, ചിലപ്പോ പനി പിടിക്കും. ഡോക്ടർ ഉപദേശി പിന്നിൽ. മിണ്ടാനോ തിരിഞ്ഞു നോക്കാനോ പോയില്ല. കൈകൾ പിണച്ചു കെട്ടി കണ്ണുകൾ അടച്ച് കാലിലൂടെ അരിച്ചു കയറുന്ന തണുപ്പ് ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. കുറച്ചു നേരമേ അങ്ങനെ നിൽക്കാൻ സാധിച്ചുള്ളൂ. പിന്നിൽ നിന്നും രണ്ട് കൈകൾ ഉയർത്തി എടുത്തു കളഞ്ഞു. ഛേ, ഇതിനെ എവിടെയെങ്കിലും കൊണ്ടേ കളയേണ്ടി വരും തോന്നുന്നു. ആരെ കെട്ടിയാലും ഒരു കാരണവശാലും ഡോക്ടറെ കെട്ടരുത്. നിലത്ത് നിർത്തിയപ്പോ രണ്ട് പറയണമെന്ന് വിചാരിച്ച് നാക്ക് വളച്ചതാ. പിന്നിൽ നിന്നും ബാക്കിയുള്ളതങ്ങളുടെ കുശുകുശുപ്പും കുണുങ്ങിച്ചിരിയും കേട്ടപ്പോ സ്വയം അടങ്ങി. ആ പുഴയുടെ കരയിൽ തന്നെ ഇരുന്നു. മുന്നിൽ ആ പുഴയും അപ്പോ എന്തോ പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ടൊഴുകി. തുടരും. ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനോടൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക്